ദൈവത്തെ സ്നേഹിക്കുക, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുക, കർത്താവിന്റെ പാത പിൻപറ്റുക, ഇതെല്ലാം ബേസ്ഡ് അപ്പോൺ ദ ലവ് ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രത്തോളം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളതുമായിട്ട് കണക്റ്റഡാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞായറാഴ്ച ഒന്ന് സഭായോഗത്തിന് ഒന്ന് കൈയടിച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ല, വില കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ. ഹലോ, പ്രൈസ് ദ ലോർഡ്. ആമേൻ. 3 സഹോദരിമാര് കല്ലറയ്ക്കൽ വന്നു. അവർ മഗ്ദലക്കാരത്തി മറിയ മുമ്പിൽ വരുന്നത് അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നു, വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങി അവർ ആരാധിക്കാൻ വന്നു. ഓ ജീസസ്. 300 വെള്ളിക്കാശുള്ള സുഗന്ധ തൈലം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പ്രതിസന്ധികളുടെ നടുവിലും ആരും അറിയാതെ ആണെങ്കിലും പുറകിലൂടെ ഒന്ന് കരഞ്ഞ് യേശുവിന്റെ കാൽക്കൽ വീണ് കണ്ണുനീര് കൊണ്ട് അവിടെ കാൽ തുടച്ചു. എന്നെ കേൾക്കുന്നവരെ, യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളത് പ്രഹസനമല്ല, പ്രകടനമല്ല, അനുഭവമല്ല. വിട്ടുകൊടുത്ത്, വില കൊടുത്ത്, വിലയേറിയത് കൊടുത്ത് യേശുവിനെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധി വരാൻ സമയം ഉണ്ടാക്കി വരുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ആർക്കാ ക്ഷീണമില്ലാതെ? വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞ് ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഒന്നുമുണ്ട്, ക്ഷീണമുണ്ട്. ആ ക്ഷീണവും കൊണ്ട് ഇവിടെ വന്നിരുന്നൊന്ന് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ സന്നിധി വരണമെന്നുള്ള ചിന്ത. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എൻ്റേതായ ഇച്ചിരി നഷ്ടങ്ങൾ, എൻ്റെ വരുമാനത്തിൽ, എൻ്റെ സേവിങ്സിൽ ഇച്ചിരി കുറവ് വന്നാലും കുഴപ്പമില്ല, കർത്താവിന് വേണ്ടി കൊടുക്കുക. അങ്ങനെയൊക്കെ ഇറങ്ങിയവരാണ് ഞാൻ, ഇറങ്ങിയ ആളാണ് ഞാൻ. എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുത്ത ആളല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. ആർക്കെങ്കിലും തൻ്റെ ഇടം ഉണ്ടോ കൊടുക്കാൻ? യുവജനങ്ങളോടാണ് ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ, വിലയേറിയത് കൊടുക്കാൻ, പ്രേഷ്യസ് ആയിട്ടുള്ള കൊടുക്കാൻ എത്ര പേർ തീരുമാനിക്കും? നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ അടിവരയിട്ട് ദൂത് പറയുക.